ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അശോകൻ പ്രണവിൻ്റെ അടുത്ത് കയറി വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അശോകൻ പറയാണ്, ഞാൻ എൻ്റെ മകളെ കുറിച്ചാണ് ഈ പറയുന്നത്. സ്വന്തം മകളെക്കുറിച്ച് ഒരാളും അപവാദം പറയില്ല. എന്നാൽ മോനെ, നിൻ്റെ വീട്ടിൽ നിൻ്റെ വീട്ടുകാർ നിന്നെ സ്നേഹിക്കില്ല. കാരണം ഇവളെപ്പോലെ ഒരുത്തിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, കാരണം ഇവള് ഒരുത്തൻ്റെ കൂടെ ആദ്യം ഇറങ്ങിപ്പോയി, പിന്നീട് നിൻ്റെ ഏട്ടനായ ഗൗതമിനെ ആഗ്രഹിച്ചു. എന്നാൽ ഈ സമയം ഇപ്പം നിന്നിലോട്ട് വന്നിരിക്കുന്നു. അങ്ങനെയുള്ളവളെ നിൻ്റെ വീട്ടുകാർക്ക് വേണ്ടെങ്കിൽ നീ എന്തിനാ മോനെ ഇവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? എല്ലാവരെയും വെറുപ്പിച്ച് നീ എന്തിനാ മോനെ ഇങ്ങനെ ഒരു വിവാഹം എന്ന് ഇങ്ങനെ പ്രണവിനോട് ചോദിക്കുമ്പോൾ പ്രണവ് പറയണേ, എനിക്ക് ശിവാനിയോടുള്ള പ്രണയം അത്രയും ആത്മാർത്ഥമാണ് എന്ന് പറയണം കേട്ടോ. എന്നാൽ ഈ സമയം ഇവിടെ അശോകൻ പറയണ, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. നീ ഒരിക്കലും എൻ്റെ മകളെ വിവാഹം ചെയ്യില്ല. അത് അങ്കിളാണോ തീരുമാനിക്കുന്നത്? ഞാനല്ലേ അത് തീരുമാനിക്കേണ്ടത്? എൻ്റെ ഇഷ്ടമല്ലേ ആര് വിവാഹം കഴിക്കണം ആര് വിവാഹം കഴിക്കണ്ട എന്ന്. അത് കേൾക്കുന്ന അശോകൻ പറയണ, അത് നിൻ്റെ തോന്നൽ മാത്രം. എൻ്റെ മകളെ വിവാഹം കഴിച്ചു തരണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. കാരണം എൻ്റെ മകളെ എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരു വീട്ടിലോട്ട് ഒരു മരുമകളായി കയറി ചെല്ലാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അവളെ സ്നേഹിക്കുന്ന ആ വീട്ടിലോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രണവ് പറയണേ, നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ശിവാനിയെ ഞാൻ കല്യാണം കഴിക്കും. അങ്ങോട്ട് വാടി, നീ ഇനി ഇവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവൻ വീട്ടിൽ പ്രശ്നമുണ്ടാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ വലിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അശോകൻ ശിവാനിയെ വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോൾ ശിവാനി അശോകൻ്റെ കൈകളിൽ ഒരു തട്ടങ്ങ് തട്ടിയിട്ട് പറയണേ, അതെ, ഞാൻ ഇവനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ഇവൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുമിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ താലി കെട്ടുകയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുകയും ചെയ്യുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി അശോകൻ പറയണേ, വാ ഇടയ്ക്കടി, കണ്ടവന്മാർക്കൊക്കെ ഒപ്പം നടക്കണമെന്ന് പറയുന്ന നിൻ്റെ ഈ സ്വഭാവമുണ്ടല്ലോ, അത് നിർത്തടി. വഴിയിൽ പോകുന്നവരെ എല്ലാവരെയും പ്രണയിക്കണമെന്ന് പറയുന്ന നിൻ്റെ ഈ ഒരു വൃത്തികെട്ട ക്യാരക്ടർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. മറ്റുള്ളവരുടെ കുടുംബജീവിതം തകർക്കുന്ന നിൻ്റെ ഈ പരിപാടി ഇനി ഞാൻ കണ്ടു നിൽക്കില്ല. ഞാൻ നിൻ്റെ അച്ഛനാടി എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോൾ പ്രണവ് വല്ലാത്തൊരു കഷ്ടം. എന്താ എല്ലാവരും ഇങ്ങനെ നിഷേധിക്കുന്നു എന്നിങ്ങനെ പ്രണവ് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് പ്രണവ് ഇങ്ങനെ ആ സങ്കടത്തിലിരിക്കുകയാണ്. എന്നാൽ അശോകനാണെങ്കിലും ഇവളെ വലിച്ചഴിച്ചും കൊണ്ടിട്ട് ശിവാനിയെ റൂമിലിട്ട് പൂട്ടാൻ നോക്കുമ്പോഴേക്കും രേണുക അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ നിങ്ങൾ കാണിക്കുന്നത്? എൻ്റെ മകളെ വിട് എന്ന് പറയണ്ട. അപ്പോഴേക്കും അവിടെ ശിവാനി, എന്നെ വിടാനല്ലേ പറഞ്ഞത്, ശബ്ദിക്കരുതടി, നീ വായടക്കടി. അപ്പോഴേക്കും ചന്ദ്രയും നിഖിലും വരികയാണ്. എന്താ ഏട്ടാ, എന്തിനാണ് ഇവളെ ഇങ്ങനെ വലിച്ചഴക്കുന്നത്? അതെ, ഇവളിപ്പോഴവിടെ നാടകമൊക്കെ നടത്തി പോയില്ലേ, എന്നിട്ട് ഇവള് ഒളിച്ചും പാത്തും ഇവിടെ നിന്നും ഞാൻ ഇവൾക്ക് താക്കീത് നൽകിയിട്ടും നിധി അത് പറഞ്ഞിട്ടും ഇവൾ ആരെയും വില വെക്കാതെ ഇവൾ പോയിരിക്കുന്നു. എങ്ങോട്ടാന്ന് നിങ്ങൾക്കറിയുമോ? അവൾ പോയിരിക്കുന്നത് അവനേക്കാണ്, പ്രണവിനെ വലയിൽ വിരിക്കാൻ. പ്രണവിനെ വലയിൽ വിരിച്ച് ഇവൾ പറയാണ് ഞാൻ വിവാഹത്തിന് സമ്മതമാണെന്ന്. എന്നിട്ട് എരിപിരി കയറ്റുന്ന വാക്കുകളാണ് പ്രണവിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ നടക്കാത്തതായ കാര്യങ്ങളാണ് ഇവൾ അവനോട് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെയുള്ള വാക്കുകൾ അങ്ങ് കേൾക്കുമ്പോൾ അവിടെ രേണുക പറയാണ്, എന്താ എൻ്റെ മകൾ ചെയ്തതിൽ ഇത്ര തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ, മിണ്ടരുത്, നിന്നെപ്പോലെ ഒരു വൃത്തികെട്ടവളാണ് എൻ്റെ ഭാര്യയും ഇവളുടെ അമ്മയും ആയതുകൊണ്ടാണ് എൻ്റെ മകൾ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത്. ഇത്രയും കാലം ഗൗതം എന്ന് പറയുന്ന നിധികയുടെ ഭർത്താവായ അവനെ കിട്ടണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടന്നു. എന്നാൽ ഇപ്പോഴാണെങ്കിൽ കാട്ടിക്കൂട്ടുന്നത് എന്താ, ഇപ്പോൾ കാട്ടുന്നത് എന്താ? തെമ്മാടിത്തരമല്ലാതെ എന്ത് പറയാനാണ്? ഇവളെ പോലെ ഒരു വൃത്തി കെട്ടവളെയാണല്ലോ എനിക്ക് മകളായി കിട്ടിയത്. അതുകൊണ്ട് നീ മറ്റുള്ളവരുടെ കുടുംബജീവിതം തകർക്കുന്ന നിൻ്റെ ഈ പരിപാടിയുണ്ടല്ലോ, അത് ഇനി എന്തായാലും നടക്കില്ല. നീ ഇനി ആ പ്രണവിനെ വിവാഹം കഴിച്ച് അവരുടെ വീട്ടിലോട്ട് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കില്ല. വാടി ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചഴിച്ച് അങ്ങ് കൊണ്ടുപോകുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയാണ്, മര്യാദയ്ക്ക് നിങ്ങൾ എൻ്റെ കൈ വിടുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ എൻ്റെ അച്ഛനാണെന്ന് പറയാൻ എനിക്ക് തന്നെ അറപ്പാണ്. നിങ്ങൾ ജീവിക്കുന്നത് ഈ നിൽക്കുന്ന പെങ്ങളും മകൾക്കും മകളുടെ കുട്ടികൾക്കും വേണ്ടിയിട്ടല്ലേ, അല്ലാതെ എനിക്ക് എന്ന് വെച്ച് നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ? എൻ്റെ അമ്മയ്ക്ക് എന്ന് വെച്ച് ജീവിച്ചിട്ടുണ്ടോ? ഇത്രയും നാളും നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും പെങ്ങളുടെ മകള്, അവരുടെ പെങ്ങളുടെ കുട്ടികൾ എന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം മകളുടെ ജീവനും ജീവിതവും എങ്ങനെയാവണമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്താണ് സത്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത്? ഈ ഒരു പൊട്ട വീടും അതുപോലെ വേറെ എന്താ നിങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾ കോടീശ്വരൻ്റെ സ്വത്തിന് ഉടമയാണോ? എന്നാൽ നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? പെങ്ങളുടെ മകൾക്ക് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ എനിക്ക് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്താ കരുതേണ്ടത്? നല്ലൊരു വിവാഹ ജീവിതം കിട്ടി, എൻ്റെ മകൾ നല്ല നിലക്ക് പോയിക്കോട്ടെ, അവൾ നല്ലപോലെ ജീവിച്ചോട്ടെ എന്നൊക്കെയല്ലേ ഒരച്ഛനായ നിങ്ങൾ കരുതേണ്ടത്. എന്നാൽ നിങ്ങൾ എന്താ കരുതുന്നത്?
പെങ്ങളുടെ മകളുടെ ജീവിതം നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നടക്കുന്നു. അത് കേൾക്കുന്ന രേണുക പറയാൻ ശരിയാണ്, മകൾ പറയുന്നതിൽ എന്താ തെറ്റ് എന്ന് പറയുമ്പോൾ, എടി നിങ്ങൾക്ക് ദുഷ്ടത്തരവും വഞ്ചനയും ഇതും മാത്രമല്ലേ നിങ്ങൾക്കറിയുള്ളൂ. പണത്തിൻ്റെ പിറകെ പോകുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കണം. ആ പ്രണവിനെ ഇവൾ എന്തൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അവനെ വിവാഹം നിൽക്കുന്നത്. എന്നാൽ അവന് ഇന്നല്ലെങ്കിൽ നാളെ ഇവളുടെ യഥാർത്ഥ മുഖംമൂടി എന്തെന്നറിഞ്ഞു കഴിഞ്ഞാൽ, അവൾ ഇവനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അച്ഛനായ ഞാൻ അത് കാണേണ്ടി വരില്ലേ? അതുകൊണ്ട് ഇതൊരിക്കലും നടക്കില്ല, ഈ വിവാഹം നടക്കില്ലെന്ന് പറഞ്ഞ് തള്ളി മാറ്റുമ്പോൾ അവിടെ ഇങ്ങനെ രേണുകയും ശിവാനിയും തള്ളി മാറ്റിയിട്ട് ശിവാനിയുടെ കൈകൾ പിടിച്ച് വലിച്ച്, മര്യാദയ്ക്ക് ഇവിടെ വാടി, ഒരച്ഛനായ ഞാൻ നിനക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ പഠിപ്പിച്ചു തരാടി. ഇന്നേ വരെ നിന്നെ വളർത്തേണ്ട രീതിയിൽ ഞാൻ വളർത്തിയിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം ഇനി തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചഴിച്ചിട്ട് അങ്ങ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, റൂമിലിട്ട് പൂട്ടാണ് കേട്ടോ. ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ തൻ്റെ ഭാര്യയാവാൻ പോകുന്നവൾ, തൻ്റെ ഭാര്യ അവളെ തന്നെ തനിക്ക് വേണമെന്ന ആ വീറും വാശിയാണ് ഇങ്ങനെ പ്രണവിൻ്റെ ഉള്ളിലുണ്ടാകുന്നത്. പ്രണവ് കൂടുതൽ ശിവാനിയിലോട്ട് അടുക്കണം. ഇവരെ അകറ്റാൻ ശ്രമിക്കും തോറും പ്രണവ് കൂടുതൽ അടുക്കാണ് ചെയ്യുന്നത്. എന്നാൽ ഈ സമയം അങ്ങോട്ടേക്ക് അശോകൻ റൂമിലിട്ട് പൂട്ടിയതിന് ശേഷം അശോകൻ്റെ അടുത്തോട്ട് ചന്ദ്രി വരികയാണ്. എന്തിനാണ് ഏട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് ചെയ്യേണ്ട, അവളിൽ കൂടുതൽ വാശി ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ വേണ്ടത്? അവൾ ആ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് പ്രണവിനോട് പറയുന്ന വാക്കുകൾ കേട്ട് ഞാൻ പോലും തരിച്ചുപോയി. എന്തിനാണ് ഇങ്ങനെ തെറ്റായ മെസ്സേജുകൾ കൊടുത്ത് ആ പയ്യനെ കൈക്കുള്ളിലാക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അവന് തെറ്റും ശരിയും അറിയാൻ കഴിവ് വന്നു കഴിഞ്ഞാൽ അവൻ എൻ്റെ മകളെ വേണ്ടെന്ന് വെച്ചാൽ എൻ്റെ മകൾ ഒന്നിനും പറ്റാതെ ഈ വീട്ടിലിരിക്കുന്നത് ഞാൻ കാണാനാണോ എന്ന് ചോദിക്കുമ്പോൾ, ഏട്ടാ ഞാൻ എന്താ പറയേണ്ടത്? അപ്പോഴേക്കും രേണുക അങ്ങോട്ടേക്ക് വരികയാണ്. ഏട്ടാ നിങ്ങൾക്ക് കുശുമ്പാണ്. സ്വന്തം മകൾ നല്ല നിലക്ക് അന്തസ്സോടുകൂടി വലിയ പണക്കാരൻ്റെ വീട്ടിൽ വലിയ നിലയിൽ 6, 7, 8 കൂട്ട് വിഭവങ്ങളോടുകൂടി ഭക്ഷണം കഴിക്കുന്നതും നല്ല ലെവലിലുള്ള ജീവിതവും സ്വർണ്ണാഭരണങ്ങളും ഇട്ടുടുക്കാൻ മാറി ഡ്രസ്സുകളും ഇതൊക്കെ ഇട്ട് നടക്കുന്നത് നിങ്ങൾക്ക് എന്താ പറ്റാഞ്ഞിട്ടാണോ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടായിട്ടാണോ നിങ്ങൾ സ്വന്തം മകളെ റൂമിലിട്ട് പൂട്ടിയിരിക്കുന്നത്? എന്നാൽ നിങ്ങളുടെ ഈ നിൽക്കുന്ന ചന്ദ്രി എന്ന് പറയുന്നവളുടെ മകൾക്ക് അതെല്ലാം വേണം. നിങ്ങളതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് ആ വീട്ടിൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല വസുന്ധര എന്ന് പറയുന്നവൾക്ക്? അവർ ആ മണ്ഡപത്തിൽ വെച്ച് പോലും നിധിയെ കല്യാണം കഴിക്കരുതെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് അവളുടെ കൈ പിടിച്ച് അവന് കൊടുത്തത് എന്നൊക്കെയുള്ള വാക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ, എടി നീ എൻ്റെ കൈകളിൽ നിന്ന് വേടിക്കും, മര്യാദയ്ക്ക് എനിക്ക് മുന്നിൽ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സീനാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി പ്രണവും ശിവാനിയും തമ്മിലുള്ളൊരു വിവാഹമാണ്. അത് കഴിഞ്ഞ് കൈപിടിച്ചു കൊടുത്ത വസുന്ധരയ്ക്ക് തന്നെ വേണ്ടിയിരുന്നില്ല എന്നാവും. ശിവാനിയിലൂടെയാണ് വസുന്ധര ഇനി ഒരു പാഠം പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഈ കാണുന്ന ആളല്ല ശിവാനി എന്ന് മനസ്സിലാക്കും. എന്നാൽ ഈ സമയം പ്രണവ് അതിലേറെ കുറ്റബോധം കൊണ്ട് കരയും. പ്രണവ് പോലീസിൽ പിടിച്ചു കൊടുക്കുന്ന ആ ഒരു രംഗമൊക്കെ ഉണ്ട് കേട്ടോ ശിവാനിയെ. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.